നന്ദിയും സ്നേഹവും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് സുരേഷ് വക്കീലിനെ നമ്മുടെ താലപ്പൊലി സുരേഷ് വക്കീലിനെ കരയോഗത്തിൻ്റെ കുടുംബസംഘവും അതുപോലെ 62ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः. शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः. शत्रुबुद्धिविनाशाय दीपज्योति नमोऽस्तु ते. दीपज्योति नमोऽस्तु ते. शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः. दीपज्योतिः परब्रह्म दीपज्योति जनार्दनः. दीपज्योतिः परब्रह्म दीपज्योति जनार्दनः. दीपो हरतु मे पापं सन्ध्यादीप नमोऽस्तु ते. ആദരണീയനായ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ചെറുത്തുണ്ടി കൃഷ്ണൻ, സെക്രട്ടറി, പ്രോഗ്രാം കൺവീനർ ശ്രീ നന്ദകുമാർ, ആരോഗ്യത്തിൻ്റെ ആദരണീയ വൈസ് പ്രസിഡന്റ് ശ്രീ ഗംഗാധരൻ, ഒളിരിക്കര ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അടികൂട്ടാണ്ടിരിക്കാനുള്ള പ്രാർത്ഥനയിലിരിക്കുക. വലിയൊരു പ്രോഗ്രാം കരൂരിൽ ഓർഗനൈസ് ചെയ്ത് മന്ത്രി രാജനഗറൊന്ന് കാത്തിരിക്കാന്ന് പോലും 70ാം വാർഷികം നടക്കുന്ന പള്ളി കരയോഗത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെ കരയോഗ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടക്കം വലിയൊരു ജനാവലി നിൽക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് സംവേദിക്കുന്നതിന് പരിമിതി കൊണ്ട് ക്ഷമിക്കണം. എന്തായാലും പുതിയ ഒരു ഭരണസമിതി ഉണ്ണികൃഷ്ണൻ ഈശ്വരത്തിൻ്റെ നേതൃത്വത്തോടെ വന്നിരിക്കുന്നു. ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളെപ്പോലെ ഒരു ആഗ്രഹമുണ്ട്. അത് അടുത്ത വർഷം ഇതിനേക്കാൾ വളരെ ഭംഗിയായി നടത്തണം. വളരെ അച്ചടക്കത്തോടെയും വളരെ മുൻകൂട്ടിയിട്ടുള്ള പ്രോഗ്രാമിൽ കൂടെ നടത്തണമെന്ന് ഞാൻ പറയും. ഇത്തവണ ഉച്ചയ്ക്ക് ശേഷം നടത്താൻ പറഞ്ഞെങ്കിലും കാരണം ഞങ്ങളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് എത്താം എന്ന് പറഞ്ഞപ്പോഴും ഇവിടത്തിന് സൗകര്യം കാരണം നിർബന്ധിതമായിട്ട് അദ്ദേഹം ഈ കരയോഗത്തിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താരിഖ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ ജനാർദ്ദനെ ക്ഷണിക്കുന്നു. ആരാധനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ആരോഗ്യ യൂണിയൻ കമ്മിറ്റി മെമ്പറും ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ ടീച്ചർക്ക്, ആരാധ്യനായ ആരോഗ്യ യൂണിയൻ പ്രസിഡന്റും NS നായക സഭ അംഗവുമായ ശ്രീ അഡ്വക്കേറ്റ് കെ സുരേശൻ അവർ, അതുപോലെ ഈ പൊതുയോഗത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ നന്ദകുമാർ, ഈ കരയോഗത്തിൻ്റെ സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, വനിതാ സമാജം ഭാരവാഹികൾ, കരയോഗാംഗങ്ങൾ, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, എൻ്റെ കർത്തവ്യം മുഖ്യ പ്രഭാഷണമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ സുരേഷ് വക്കീൽ പറയുന്ന പോലെ അടുത്ത 10 മണിക്ക് അവിടെ തുടങ്ങാൻ ഇരിക്കുന്നൊരു പരിപാടി പെട്ടെന്ന് പങ്കെടുക്കേണ്ടതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ കരയോഗത്തിന്, ഈ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ കരയോഗത്തിന് എന്നും ഉന്നതമായ
ഒരു സ്ഥാനം ഉണ്ടാവട്ടെ എന്നും അതുപോലെ തന്നെ കരയുക അംഗങ്ങൾ തമ്മിൽ ഈ കുടുംബ സംഗമം നടത്തിക്കൊണ്ട് അംഗങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടട്ടെ എന്നും എല്ലാവരും സൗഹൃദത്തിൽ ഇരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചു കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കരയോഗത്തിലും ജഗദീശ്വരൻ്റെയും മന്നത്താദേവൻ്റെയും കൊടലിക്കര ഭഗവതിയുടെയും അനുഗ്രഹാശിസുകളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീ ജയ. ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കൊടലിക്കര ദേവസ്വം പ്രസിഡന്റ് ശ്രീ നന്നീരി കണ്ടാവത്ത് അരുൺദാഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും പ്രബോധത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ NSS കരയോഗത്തിൻ്റെ 18ാമത് കുടുംബസംഗമം ഇവിടെ ആഘോഷിക്കുകയാണ്. അതിൽ എന്നെ ക്ഷണിച്ച ഈ കരയോഗ ഭാരവാഹികൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ കൊടലിക്കര ദേവസ്വത്തിൻ്റെ ഈ ഹാള് അവർ ആഘോഷിക്കുവാൻ വേണ്ടി എടുത്തതിന് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൊടലിക്കര ദേവസ്വത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് ഈ വക പരിപാടികൾ നടത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. കൂടാതെ NSS കരയോഗത്തിൻ്റെ ഈ ഏകദേശം ഒരു 400 കുടുംബാംഗങ്ങളുള്ള നായർ സമുദായത്തിൻ്റെ ഒരു മുതൂർക്കര കരയോഗമാണ് ഇന്ന് ഈ ആഘോഷിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ മുമ്പിലിരിക്കുന്ന വളരെ കുറച്ച് വ്യക്തികളാണ്. പക്ഷേ അത് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുവാൻ വേണ്ടി ഭാരവാഹികൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു കരയോഗം എന്ന നിലയ്ക്ക് ഞാൻ കൊടലിക്കര കരയോഗത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആളാണ്. ഇവിടെയും ഈ സെയിം സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു കല്യാണം, ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു മരണം, ഇത് രണ്ടും ഒരു കുടുംബത്തിൽ, ഒരു നായർ കുടുംബത്തിൽ സംഭവിച്ചാൽ ഒന്ന് കരയോഗത്തിൽ അഴിയും. കൂടാതെ ഒരു കരയോഗമായിട്ടും ഒരു ബന്ധവുമില്ല. കരയോഗത്തിലെ ഭാരവാഹികൾ അവരെ ചെന്ന് അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സമർപ്പിച്ച് അത് ചെയ്തു തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നതല്ലാതെ ആ കുടുംബക്കാർ NSSൽ വന്ന് നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നിർമ്മിച്ച് തരണം, എന്താണ് അതിന് വേണ്ടത്, ഓരോ കാര്യങ്ങൾ. കാരണം കുട്ടികൾ പഠിക്കുന്നവരെയാണ് ഒരു ഞാൻ പറയണമെങ്കിൽ നമ്മൾ ജനനവും മരണവും പോരാ, നമ്മളൊരു വിവാഹവും മരണവും പോരാ. ഒരു കുട്ടി ഒരു കുടുംബത്തിൽ, നായർ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ NSS കരയോഗത്തിൽ രജിസ്റ്റർ ചെയ്യണം. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ അംഗം കൂടുമ്പോൾ അത് NSS അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാലേ നമ്മുടെ കുടുംബം നന്നാവുകയുള്ളൂ, നമ്മുടെ NSS പുരോഗമിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഈ 4 കുടുംബത്തിൽ എത്ര ജനങ്ങൾ, എത്ര നായർ കുടുംബക്കാർ, എത്ര നായർ മെമ്പർമാർ ഈ കുടുംബത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ അറിയുന്നത്. എത്ര വീടുകളുണ്ടെന്ന് അറിയാൻ പറ്റും. ഈ ചടങ്ങിൽ ആശംസ സംസാരിക്കുന്നതിന് വേണ്ടി കൊടലിക്കര NSS കരയോഗം സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ ക്ഷണിക്കുന്നു. വേദിയിൽ അധ്യക്ഷൻ ശ്രീ ഉണ്ണീഷ് ചെറുത്ത്, സെക്രട്ടറി വിനോദ് ആറ്റൂർ, കൺവീനർ നന്ദകുമാർ, അതുപോലെ കാലേജ് യൂണിവേഴ്സിറ്റി സദസ്യർക്ക് കൂടി എല്ലാവരും നമസ്കാരം. 2036 നവംബർ കൊടലിക്കര NSS കരയോഗത്തിൻ്റെ പ്രതിനിധിയെ ഞാനിവിടെ എത്തിയിരിക്കുന്നു. ഇന്ന് ഈ 18ാമത് കുടുംബസംഘം, അതോടൊപ്പം തന്നെ 62ാമത് വാർഷികമാണ്. ഞങ്ങളുടെ കരയോഗത്തിൻ്റെ 70ാം വാർഷികമാണ് കഴിഞ്ഞത്. ഏകദേശം 2 കരയോഗങ്ങളും 2036 ഇത് 2573. അപ്പോൾ തൊട്ടടുത്തടുത്ത് തന്നെയാണ് രണ്ടും ഏകദേശം രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പണ്ട് കാലം മുതലേ തന്നെ ഈ 4 രാഷ്ട്രങ്ങൾ തമ്മിൽ വളരെയധികം കോർഡിനേഷൻ, പക്ഷേ
നായർ തറവാടുകൾ തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് പോലും, പുത്തൂർക്കര ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വളവിൽ ആരൊക്കെ ഉണ്ട് എന്ന് പല ആൾക്കാരും പല തറവാടുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ചു. ഇപ്പം എൻ്റെ മുത്തച്ഛൻ കോപ്പിയിലാണ്, പുത്തൂർക്കര ഒരുപാട് ആൾക്കാരുണ്ട്. അതന്നെ ഉണ്ണീഷയുടെ മുത്തച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. അപ്പം അങ്ങനെ കുടുംബങ്ങൾ തമ്മിലുള്ള വളരെയധികം ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ ഒരു പക്ഷേ കുടുംബങ്ങളുടെ ഐക്യവും മറ്റും ഊട്ടിപ്പിടിപ്പിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ കരയോഗങ്ങളിലും ഈ കുടുംബ സംഗമം എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട്. പിന്നെ പങ്കാളിത്തം ഒരു പക്ഷേ പലർക്കും ഞായറാഴ്ച അത്യാവശ്യം തിരക്കുകൾ ധാരാളം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് റെഡി ആയിക്കോളും. ഈ 18ാമത് ഈ കുടുംബ സംഗമത്തിന് എന്നെ ആശംസ അർപ്പിക്കാനാണ് വിളിച്ചിട്ടുള്ളത്. വളരിക്കര NSS കരയോഗത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ പുതുക്കര കരയോഗത്തിന് അറിയിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, ഇനിയും വിശിഷ്ട വ്യക്തികളൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ഇന്നോടെ 50 വർഷം പൂർത്തിയായ നമ്മുടെ എല്ലാവരുടെയും സന്തോഷ് മാഷുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എൻ്റെ കൂടി മാഷാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തന്നെ സമൂഹത്തിൽ മാഷെ പോലുള്ള വ്യക്തികൾ സമൂഹത്തിൽ നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ ഈ എൻ്റെ ആശംസ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതുക്കരയോഗത്തിന് എല്ലാ ഭാവങ്ങളും ഉണ്ടാവുകയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പുല്ലടി NSS കരയോഗം പ്രസിഡന്റ് ശ്രീ പാറയിൽ സതീശന് ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രതീശൻ, ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, വിവിധ കരയോഗങ്ങളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ്, ആദരിക്കപ്പെട്ടവർ, ഇവർക്കെല്ലാം നമസ്കാരം. പുതുക്കര NSS കരയോഗത്തിൻ്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും ഇവിടെ നടക്കുകയാണ്. ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും നമുക്കറിയാം, സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കരയോഗം എന്നുള്ള ബഹുമതി പുതുക്കര NSS കരയോഗത്തിലുണ്ട്. അതിന് എത്തിച്ചേർന്ന എല്ലാ മെമ്പർമാരെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പുല്ലടി NSS കരയോഗത്തിൻ്റെ ഓരോ മെമ്പർമാർക്കും വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഏന്തൂർ NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കരാട്ട് ഉമേശ്വരനെ ആശംസ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ പൊതുമുടക്കുള്ളത്. നമ്മുടെ കരയോഗമോ അതുപോലുള്ള പ്രസ്ഥാനമാണ് വനിതകൾ കുറച്ചുണ്ടെങ്കിലും പുരുഷന്മാരുടെ മാത്രം കുറവായിരിക്കുന്നു. എങ്കിലും 10 വഴിയാകുമ്പോഴേക്കും ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കരയോഗത്തിലെ പുതുക്കര കരയോഗത്തിലുള്ള എല്ലാ അംഗങ്ങളും കരയോഗ അംഗങ്ങളും എത്തണമെന്നില്ല. എങ്കിലും നമ്മുടെ എല്ലാവരും മെമ്പർഷിപ്പ് എത്തിക്കാൻ ഒരു സംബന്ധം ഉണ്ടാകും. കാരണം കരയോഗം ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മളെ സമീപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് NSSൻ്റെ ആളുകൾക്കുള്ളത്. കാരണം മരണം വരുമ്പോൾ കരയോഗത്തിനെ സമീപിക്കുക, അല്ലെങ്കിൽ വിവാഹം വരുമ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ വരിക. അങ്ങനെ ഞാൻ പ്രവർത്തിക്കുന്ന ഈ NSS കരയോഗത്തിൻ്റെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മിക്ക കരയോഗത്തിലും ഇതാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആവശ്യം വരുമ്പോൾ മാത്രം കരയോഗത്തിന് സമീപിക്കാം, അല്ലാത്തപ്പോൾ അതിനെ എതിർക്കുന്നില്ലെങ്കിലും അതിനോടുള്ള സമീപനം വളരെ കുറവായിരിക്കും.
വിഭാഗമില്ല, മറ്റുള്ള സമുദായങ്ങളുണ്ട്. അതുകൊണ്ടാണ് NSSന്റെ ഭാഗം വരുമ്പോൾ ആളുകൾ അത് മത്സരപ്പെടുത്താൻ മുതിർന്നത്. എൻ്റെ അഭിപ്രായമുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായമാണ്. അത് നമ്മൾ അഭ്യർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ NSSൽ ഉള്ള ആളുകൾ നമ്മുടെ പുതുക്കലുള്ള ആളുകൾ മാത്രം ഒതുങ്ങി അവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ താലൂക്ക് അല്ലെങ്കിൽ മേൽപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കടമണ്ഡലത്തിൽപ്പെട്ട ആളുകളെ അന്വേഷണം ബന്ധപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പ്രസ്ഥാനമായി മാറും. അതാണ് മറ്റുള്ള ആളുകളെ നമ്മൾ എന്ത് പറയുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കൂടുതലായി ഞാൻ അതിൽ സംസാരിക്കുന്ന ഗവൺമെൻറ് പോയതാണ്. പിന്നെ അടുത്ത മുഖ്യ പ്രഭാഷണത്തിന് നമ്മുടെ കലക്ടർ IAS ഓർമ്മനായിരിക്കും. അതുകൊണ്ട് എല്ലാ ഈ പാണ്ടാമത്തെ കുടുംബസംഘത്തിന് ഉള്ള എല്ലാ കുടുംബങ്ങളെയും അവരെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ആനന്ദിക്കാം. കാരണം ഇത്ര ആളുകൾ 10 മണിക്ക് വന്നാണ് ഒരു ഉച്ചമായിട്ടാണ് ഈ സമ്മേളനത്തിന് അയ്യന്തം NSS കലോകത്തിന്റെ എല്ലാവിധ ആശംസകളും പുതുക്കര NSS കലോകം വനിതാ സമാജം പ്രസിഡന്റ് ശ്രീമതി അനിത രാജനെ ആശംസ സംസാരിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കരയോഗം കമ്മിറ്റി മെമ്പേഴ്സ്, വനിതാ സമാജം പ്രവർത്തകർ, വന്നു ചേർന്നിരിക്കുന്ന കരയോഗം മെമ്പർമാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മുടെ പുതുക്കര കരയോഗത്തിൻ്റെ 18ാമത് കുടുംബസംഗമവും 62ാം വാർഷികവുമാണ്. എല്ലാവർക്കും അറിയാം, 2 കൊല്ലമായിട്ട് നമ്മളിത് 2 കൊല്ലമായിട്ട് ഉണ്ടായില്ല. ഈ വർഷം പൂർവാധികം എന്താ പറയുക, വളരെ ശക്തിയോടുകൂടി തന്നെ, വളരെ ആഘോഷമാക്കിക്കൊണ്ട് തന്നെ നമ്മളിന്ന് കുടുംബസംഗമം ഇവിടെ കൊണ്ടാടുകയാണ്. ആളുകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം 8 മേഖലകളായി തിരിച്ചെടുത്തുള്ള പുതുക്കര കരയോഗം, മേഖല കൺവീനർമാർ, വനിതാ സമാജം പ്രവർത്തകർ, കരയോഗം കമ്മിറ്റികൾ അഹോരാത്രം പണിയെടുത്ത് ഓരോ വീടുകളിലേക്കും ഇറങ്ങിച്ചെന്ന് നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും അവരെ നമ്മുടെ ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളുകളാണ് ഇവിടെ കൂടുതൽ. പക്ഷേ നമ്മുടെ സദസ്സ് നോക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. അത്രയും പണിയെടുത്തിട്ടുണ്ട് കരയോഗ കമ്മിറ്റി പ്രവർത്തകർ, മേഖല കൺവീനർമാർ, വനിതാ സമാജം പ്രവർത്തകർ. അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു മാർക്ക് അവർക്കും അതിലുണ്ട്. എങ്കിലും താലൂക്ക് യൂണിയൻ പേരെടുത്ത ഒരു പുതുക്കര കരയോഗം, പേരെടുത്തൊരു കരയോഗം തന്നെയാണ്. അത് അംഗീകരിക്കാതെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആളുകളുടെ പ്രാതിനിധ്യം കുറഞ്ഞാലും നല്ലൊരു കരയോഗം തന്നെയാണ് നമ്മുടെ പുതുക്കര കരയോഗം. ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കരയോഗമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള പുതിയ ഭരണസമിതി ചാർജ് എടുത്തിട്ട് മുൻകാലങ്ങളിൽ നമ്മുടെ സെക്രട്ടറി നന്ദുവേട്ടൻ, പ്രസിഡന്റ് രാമകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഒരു പാനലായിരുന്നു. അവർക്ക് ഇറങ്ങി പുതിയ ആളുകളെ ചാർജ് എടുത്തു. എങ്കിലും പഴയത് പുതിയത് ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കരയോഗമാണ് നമ്മുടേത്. ഇനിയും അവരെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നമ്മുടെ കരയോഗം. സെക്രട്ടറി വിനോദ്, ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ കരയോഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് ആശയങ്ങളുണ്ട്. അത് ക്രമേണ അത് നമ്മുടെ പുതുക്കര കരയോഗത്തിന് വേണ്ടി ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും പറയുകയാണ്. പിന്നെ ഇനിയും പഴയ കാലത്തായാലും പുതിയതായാലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പുതുക്കര കരയോഗത്തിന് എല്ലാം ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഒരുപാട് മേലോട്ട് വീഴുവാനും ഉള്ള അവസരം മനക്ക് പത്മനാഭൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ജഗദീശനും കൂടെ തന്നെ അവരുടെ കൂടെ തന്നെ എല്ലാത്തിനും എല്ലാ ഇതിനും ജഗദീശനും കൂടെ ഉണ്ടാകട്ടെ. എൻ്റെയും വനിതാ സമാജത്തിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് കരയോഗത്തിന്. നന്ദി, നമസ്കാരം. ദീർഘകാലം നമ്മുടെ കരയോഗത്തെ
ലോകദേശ മുൻ പ്രസിഡന്റ് ശ്രീ അമ്പക്കാട് രാമേശ്വരനെ ആശംസ സംസാരത്തിൽ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട അതിഥികളെ, സദസ്സിലെ കുടുംബാംഗങ്ങളെ, കരയോ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം ബോധിപ്പിക്കുകയുണ്ടായി. ഇവിടെ കരയോളം വെള്ളരിക്കര കരയോളം പ്രസിഡന്റ് ഒരു കാര്യം ബോധിപ്പിക്കുകയുണ്ടായി. വെറും വിവാഹത്തിനും മരണത്തിനും മാത്രമായിട്ട് കരയോളത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. ശരി തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. കരയോഗത്തിൻ്റെ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കാണപ്പെടാൻ പാടില്ല. എല്ലാ കാര്യത്തിലും കരയോഗത്തിനെ നിങ്ങൾ കാണണം. എന്ത് കാര്യം വന്നാലും കരയോഗത്തിനെ ഉപയോഗപ്പെടുത്തണം. വിദ്യാഭ്യാസ കാര്യത്തിലായാലും അസുഖത്തിൻ്റെ കാര്യത്തിലായാലും ഏത് തരത്തിലായാലും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ സാധിക്കും. കാരണം നമുക്ക് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകളുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരായിട്ടുള്ള പരിചയമുണ്ട്. അവരിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് വാങ്ങിച്ചു തരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് നമ്മളെ നിങ്ങൾ വന്ന് കണ്ടു കണ്ടാലേ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് കരയോഗത്തോട് പറയാൻ പാടില്ല. കരയോഗത്തോട് എന്തിനാണ് പറയണ എന്നുള്ള ചിന്താഗതിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്ന തീർച്ചയായിട്ടും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് കരയോഗത്തിന് നിങ്ങൾ വിവാഹത്തിനും മരണത്തിനും മാത്രമായിട്ട് ഉപയോഗിക്കാത്ത മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കിക്കൊണ്ട നല്ലൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് ഇങ്ങനൊരു സംരംഭം ഇവിടെ നടത്താൻ സാധിക്കും. ദേവിയുടെ സമീപത്ത്, ദേവിയുടെ സാന്നിധ്യത്തിൽ മറ്റുള്ള കരയോഗങ്ങളെ ഇവിടെ കൊണ്ട് വിളിച്ചു വരുത്തി ഈ ദുർഗാഞ്ജലി മണ്ഡപത്തിൽ നമുക്കൊരു കലയോള സംഗമം നടത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ദേവിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ തട്ടകത്തമ്മയല്ലേ, തട്ടകത്തമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്നത് നമുക്കൊരു സന്തോഷം, അതിയായ സന്തോഷമാണ്. ഇത്രയും നല്ല രീതിയിൽ നമ്മളിതൊരു കാര്യം ചെയ്തിട്ട് ഇത്രയും സൗകര്യവും എല്ലാം ഉള്ള ഒരു മണ്ഡപത്തിൽ ഈ സ്റ്റേഡിയത്തിൽ നമുക്ക് എല്ലാവർക്കും എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 400 പേർക്ക് ഇരിക്കാവുന്നൊരു സ്റ്റേഡിയമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും നമ്മൾ പഴയ പോലെ നടത്തുന്ന കരയോഗത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒരു 10-50 പേര് 100 പേര് മാക്സിമം അത് എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 100 പേര് 200 പേര് വരെ കൂടാൻ പാടില്ല. അതങ്ങനെ തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ്. അത് ആര് വന്നാലും പുരുഷന്മാർ വന്നാലും സ്ത്രീകൾ വന്നാലും 100-200 പേരെ കവിയാൻ പാടില്ല. അങ്ങനെ ചിന്താഗതി എന്തുകൊണ്ടാണ് ജനങ്ങൾ നായകന്മാരിൽ നിന്നുണ്ടാകുന്നറിയില്ല. നായകന്മാർക്കിന്റെ കുഴപ്പമില്ല, അവർ വരും, വിളിച്ചു കഴിഞ്ഞാൽ വരും. പക്ഷെ കുടുംബം നാഥന്മാർക്കുണ്ടല്ലോ ആ ഒരു വിശ്വാസം, ആ ഒരു കരയോഗത്തിലുള്ള ഒരു പ്രതിബദ്ധത. കരയോഗക്കാരെ എന്തെങ്കിലും ആവശ്യത്തിൽ വിളിക്കുമ്പോൾ വരുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു പരിപാടി, നമുക്ക് പൈസ തരുന്നതോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫുഡടിച്ച് പോകുന്നതല്ല പ്രാധാന്യം. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ, കരയോഗ സംഘടന ഒരു പരിപാടി നടത്തുമ്പോൾ, ഏത് സംഘടന ആയിക്കോട്ടെ, രാഷ്ട്രീയ സംഘടനയായാലും കുഴപ്പമില്ല, മതസംഘടനയായാലും സാമുദായിക സംഘടനയായാലും കുഴപ്പമില്ല, മതസംഘടനയായാലും സംഘടനയായാലും കുഴപ്പമില്ല. നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അതിൽ കോറം കഴിക്കുകയാണ് നമ്മുടെ ആവശ്യം. അത് നമ്മൾ പറയാം. 400 കുടുംബങ്ങളുള്ളപ്പോൾ 400 കുടുംബങ്ങളിൽ നമ്മൾ ഇന്നു 3 കണക്കാക്കിയാൽ മതി. 1500 പേരുണ്ടോ കോട്ടെ, ഒരു 1000 പേര് കോട്ടെ, ഒരു 750 പേര് അത്രയെങ്കിലും വരാൻ സാധിച്ചൂടെ? എല്ലാവർക്കും തൊഴിലാണോ? ഞായറാഴ്ച മാത്രമേ നമ്മൾ പരിപാടി വയ്ക്കുന്നുള്ളൂ, മറ്റുള്ള ദിവസങ്ങളിൽ വയ്ക്കുന്നില്ല. ഞായറാഴ്ച വെച്ചിട്ട് ഇത്തിരി വരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള ദിവസങ്ങളിൽ വെച്ചാൽ ആയിരുന്നായിരിക്കില്ല. സ്റ്റേജിൽ സെക്രട്ടറിയും പ്രസിഡന്റും മറ്റുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച ദിവസം വയ്ക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഇതന്നെ സ്ഥിതി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മറ്റു ജനങ്ങളിൽ ഉണ്ടാകുന്നത് എനിക്കറിയുന്നില്ല. നല്ലൊരു ചിന്താഗതിയോടുകൂടെ സമുദായത്തിന് സമുദായത്തോടൊപ്പം സംഘടിച്ച് പോവുക എന്നുള്ളൊരു മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പരിപാടി വയ്ക്കുമ്പോഴും, ഏതൊരു പൊതുയോഗം വെച്ചാലും, ഏതൊരു മീറ്റിംഗ് വെച്ചാലും ഒരു 75 പേര് എന്നുള്ള കണക്കൂടാതെ 750 പേര് എന്നുള്ള കണക്കിൽ വന്നാൽ എന്താ പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തന്നെ നമ്മളിവിടെ ശരിയായി കഴിക്കുന്നത്. ഭക്ഷണത്തിനോട് പ്രാധാന്യം ആർക്കുണ്ടായിരിക്കില്ല എന്നറിയാം. എന്നാലും കൂടി നിങ്ങളുടെ കാശ് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോൾ ആ കാശിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന സാധനത്തെ നശിപ്പിക്കാൻ നമ്മളായിട്ട് തിരിയണത് എന്തിനാ? എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലാക്കിക്കൂടെ? നിങ്ങളിപ്പോൾ വിവാഹം
നടത്തുന്ന വീട്ടിൽ 750 പേര് 300 പേര് സദ്യ നടത്തിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് 750 പേരെ ക്ഷണിക്കുന്നു. അവിടെ ഒരു 75 പേര് വന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാശ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കാശ് ചെലവാക്കിയിട്ട് അത്രയും വലിയൊരു സദ്യ നടത്തുമ്പോൾ അവിടെ 750 പേരെ പ്രതീക്ഷിക്കുന്നിടത്ത് 75 പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സ്ഥിരത്തായിരിക്കും. ഓരോ നായകന്മാരോടും ഓരോ വീട്ടിലെ നായികന്മാരോടും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. എനിക്ക് ഇപ്പം ചോദിക്കേണ്ട ആവശ്യം വന്നതെന്ന് വെച്ചാൽ, ഞാൻ പഴയകാല പ്രസിഡന്റാണ്, എൻ്റെ അനുഭവം അതാണ്. 10-12 വർഷം ഞാനിവിടെ പ്രസിഡന്റാക്കിയിരുന്നു. അതിൻ്റെ ആ 12 വർഷത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് അത് മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഒരേ ഒരു ഉദാഹരണം, ഒരു അടിയന്തര സദ്യ നടത്തുന്നു, നിങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ക്ഷണിക്കുന്നു. വരുന്നത് 400 പേരാണെങ്കിൽ വരേണ്ടത് 400 പേരാണെങ്കിൽ 40 പേര് വന്നാൽ നിങ്ങൾക്ക് 12 ഉണ്ടാവില്ലേ? ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് വേസ്റ്റായി പോയി എന്ന് പറയില്ലേ? പക്ഷെ ഫുഡടിക്കാനല്ല വരുന്നത്. നമ്മൾ ഒരു സംഗമം നടത്തുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. നിങ്ങൾ വാങ്ങിക്കുന്ന കാശ് മുഴുവൻ ചെലവാക്കിയിട്ട് നിങ്ങൾ ഫുഡ് തന്നെ തൃപ്തിപ്പെടുത്താൻ മാത്രമായിട്ടല്ല നമ്മളൊരു കുടുംബാംഗം നടത്തുന്നത്. എല്ലാവരായിട്ടുള്ള ഒരു കൂട്ടായ്മ, നമ്മുടെ കുടുംബങ്ങളായിട്ടുള്ള ഒരു കൂട്ടായ്മ, എല്ലാവരും കൺകുള്ളിൽ കാണുക, പരസ്പരം സംസാരിക്കുക, പരസ്പരം മിങ്കിളിങ് നടത്തുക. അതിനൊക്കെ വേണ്ടിയായിട്ടാണ് നമ്മൾ പലരും കാണാത്തവരുണ്ടായിരിക്കും. ഇന്നും കൂടി ഞാൻ പറയാം, ഇന്ന് നമ്മുടെ പുതുക്കൽ കലോത്സവത്തിന് പുതിയ തെരഞ്ഞെടുപ്പ് വന്നു. പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആ ഭാരവാഹികൾ സെക്രട്ടറി ആരാണ്, പ്രസിഡന്റ് ആരാണെന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാർ നമ്മുടെ 400 കുടുംബങ്ങളിലുണ്ട് പുതുക്കൽ കലോത്സവത്തിന്. പഴയ സെക്രട്ടറി പ്രസിഡന്റ് ആരാണെന്ന് അറിയാത്തവർ കൂടി കൂടിയുണ്ട്. കാരണം ഇവരോട് വലിയ ചത്ത് കഴിഞ്ഞോണ്ടിരിക്കും, അത് വരണം ചെയ്യണം. അത് കഴിഞ്ഞാൽ നല്ല പരിപാടി കഴിഞ്ഞു, പിന്നെ അവരാ കുടുംബത്തിലെ ആൾക്കൊന്നുമില്ല. അതല്ല ആവശ്യം. നമ്മൾ ആ കരയോഗത്തിലുള്ള ഭാരവാഹികൾ ആരാണ്, അവരുടെ പ്രതിനിധികൾ ആരാണ്, അവർ പ്രവർത്തിക്കുന്നവരാരാണ്, അവരുടെ പ്രവൃത്തി എന്താണ്, അവരെന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ള ആൾക്കാരായിട്ട് മാറണം ഞങ്ങൾ. ഇന്നും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പലർക്കും അറിയാത്ത സ്ഥിതിഗതിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 4 മാസം 5 മാസം കഴിഞ്ഞു. ഇപ്പോഴും പുതുക്കൽ സെക്രട്ടറി പ്രസിഡന്റ് ആരാന്ന് ആർക്കും അറിയില്ല. അറിയാത്തവരുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അറിയുന്നവരുണ്ട്, ഇല്ല ഞാൻ പറയില്ല. അതേപോലെ തന്നെ 14ാമത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആരാന്ന് അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. അത് എന്തുകൊണ്ടാണ് അറിയാത്തവരില്ല എന്ന് പറയാൻ കാരണം, അവർക്ക് യാതൊരു തരത്തിലുള്ള സഹകരണമില്ല, ഒന്നിനും വരില്ല, ഒരു കാര്യത്തിനും വരില്ല. ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ ഇതിനും വരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇവന്റെ മാനേജ്മെന്റ് വേണ്ടി കാശ് കൊടുത്താൽ വന്നിട്ട് അടിച്ചുപൊളി പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ മരണത്തിന് ആരും വരില്ല. കാരണം ചത്ത് ചീഞ്ഞ് കിടക്കുന്ന ബോഡി എടുത്ത് കെട്ടി നല്ല പോലെ പോയിട്ട് അടയ്ക്കണമെങ്കിൽ അതിന് NSS പ്രതിനിധികൾ തന്നെ വരണം. നിങ്ങളുടെ അയൽപക്കത്ത് എത്ര വലിയ പ്രമുഖരുണ്ടായാലും, നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ പ്രമുഖരുണ്ടായാലും ആരും ആ ബോഡി തൊടില്ല. അതിന് NSS തന്നെ വേണം, NSS പ്രതികൾ വേണം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പലതും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതാണ് ഇവിടുത്തെ സ്ഥിതി. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അത്രയും നല്ല രീതിയിൽ നിങ്ങളോട് സഹകരിച്ചു പോകുമ്പോൾ ഈ NSS കരയോഗത്തിനോട് സഹകരിക്കാൻ തയ്യാറില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു മോശമായിട്ട് കാര്യം. വന്നവരെ കുറ്റം പറയുന്നില്ല, ഞാൻ വരാത്തവരാണ് ഞാൻ പറയുന്നത്. പല സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ വരാൻ പറ്റാത്ത രീതിയായിരിക്കാം. എന്നാലും കൂടി ഈ 400 കുടുംബാംഗങ്ങളിൽ 700 പേർക്ക് 600 പേർക്കെങ്കിലും ഈ സദസ്സ് നടക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിയായ ക്ലാസുമുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും നമ്മുടെ NSS കരയോഗത്തിൻ്റെ ഇന്നത്തെ 18ാമത് കുടുംബ സംഗമം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ എന്നെ സംസാരിക്കാൻ വിളിച്ചത് ഞാൻ പഴയ പ്രസിഡന്റാണ്. എനിക്കിവിടെ അധികാരമൊന്നുമില്ല. എന്നാലും എന്നെ പിടിച്ചിരുത്തി ആവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കുന്നവരുടെ കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഇതിന് മുമ്പ് ഞാൻ അത്ര സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് പ്രസംഗിക്കാൻ താല്പര്യമില്ല, ഞാൻ പ്രസംഗിക്കില്ല, പ്രവർത്തിക്കും. നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ വിളിക്കുന്നവർക്ക് ഒരു അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാവരുടെ അടുത്തും ഏത് സമയത്ത് വിളിച്ചാലും പോകാൻ തയ്യാറുള്ള ആളായിരുന്നു. എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾ ഞാനായാലും ശരി, സെക്രട്ടറി ആയാലും ശരി, ആ കാലത്തുള്ള എല്ലാ കമ്മിറ്റി മെമ്പറും എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് ഒരു പടി മേലെയായിരുന്നു ആ പ്രവർത്തനം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ച് പ്രവൃത്തി പരിചയം കുറവുള്ളത് കൊണ്ട് അത്രയ്ക്ക് അങ്ങനെ കടന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും പുതുക്കൽ NSS നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിവിടെ നടത്തി ഇവിടെ 4 കരയോഗത്തിൻ്റെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത്. ഓരോ കരയോഗത്തിൻ്റെ പ്രതിനിധികളും മനസ്സിലാക്കും ഈ പുതുക്കൽ NSS കരയോഗത്തിൻ്റെ
ആ മെമ്പർമാർക്ക് എന്താ ഇങ്ങനെ ഒരു വയലാക്കി എന്ന് ചിന്തിക്കില്ലവര്. ഇവിടെ എത്രയും ആൾക്കാരെ കൂടിയിരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവില്ലേ എന്തുകൊണ്ട് പിന്നെ പൊതുക്കളെന്ന സ്ഥലം പറയുന്നത് ആരും വന്നിട്ടില്ല, ആകെ 4 പേരുണ്ട്, 3, 4, 9 പേരുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഗതികേട് നമ്മളാണ് എന്തിനാ വരുത്തുന്നത്. നമുക്ക് വന്നിട്ടൂടെ നമ്മൾ ചെയ്യുന്ന ഇവിടെ ആയാലും ശരി, പുതുപ്പുഴയായാലും ശരി, അവർക്ക് കണക്കല്ല, എല്ലാം കണക്ക് തന്നെയാണ്. എന്നാലും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരാൾക്കെങ്കിലും ഒരു കുടുംബത്തിന് അറ്റൻഡ് ചെയ്യാം, ഒരാൾക്കെങ്കിലും. ഇവിടെ എല്ലാവരും വന്നിട്ടൊന്നുമില്ല. വന്നിട്ടുള്ളവർക്ക് വന്നവരോട് വളരെ സന്തോഷമുണ്ട്, അതോട് സന്തോഷപ്പെട്ടിട്ടൊരു കാര്യമില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ചിന്ത കഴിക്കാനാണ് അവരുടെയും കാര്യമില്ല. ഏതായാലും ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആശംസ സമർപ്പിക്കാൻ വേണ്ടി വിളിച്ചത്. സന്തോഷത്തെ എല്ലാവരും ആശംസ നേർന്നുകൊണ്ട് നന്ദി. ജയ്.